തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഒരു വിധത്തിൽ കുട്ടികളുടെ മൈൻഡ് സെറ്റിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ അഗ്രസീവ് സ്വഭാവമൊക്കെ, കൂടുതൽ സമയം ഫോൺ നോക്കുന്ന കുട്ടികളോട് ഫോൺ മാറ്റിവെക്കാൻ പറയുക, അല്ലെങ്കിൽ അവന് വേറൊരു ഉത്തരവാദിത്വം കൊടുക്കുക, അവൻ്റെ കൂടെയുള്ള കുട്ടികൾ വന്ന് അവൻ്റെ കൂടെ കളിക്കുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഫോണും അവനുമായിട്ടുള്ളൊരു ലോകം എന്നുള്ള രീതിയിലേക്ക് വല്ലാണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അവരെ എങ്ങനെയാണ്, കാരണം അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോണിലാണ്, അച്ഛനും അമ്മയും ജോലിയുള്ളവരായിരിക്കാം, അപ്പം ഇവർക്ക് ഫോൺ കൊടുക്കാതെ പോകാനും സാധിക്കില്ല. എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ? അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ്, അല്ലേ? ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെയാണ് ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ മിനിമലിസത്തിലോട്ട് പോവുക, മിനിമം ഉപയോഗിക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാതെയോ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാതെയോ ഗാഡ്ജറ്റ് കൊടുക്കാതെയോ പറ്റില്ല. കാരണം അവർക്ക് പഠിക്കാനെല്ലാം ക്ലാസ്സുകളെല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ അഡിക്ഷനിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഇമോഷൻസ്, എസ്പെഷ്യലി നെഗറ്റീവ് ഇമോഷൻസ് ഇവർക്ക് വെൻ്റ് ഔട്ട് ചെയ്യണം, ഇല്ലേ? അത് പുറത്തോട്ട് കളയണം. അത് കുട്ടികൾക്ക് എത്രമാത്രം അവർക്കത് പുറത്തോട്ട് വെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനവർക്ക് എന്തെങ്കിലും ഒരു മീഡിയം ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു കാരണം അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോടും അമ്മയോടും എത്ര സംസാരിക്കും? അതൊന്നും അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന കാര്യം എന്താണ്? മൊബൈൽ ഫോണിൽ ഗെയിമോ ചാറ്റിങ്ങോ ചെയ്യുക. അപ്പോൾ അവർ അങ്ങനെ അതെടുക്കും. പിന്നെ ഇത് അഡിക്ഷൻ ആകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, നമ്മളിപ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ ഡോപ്പമിനാണ്. നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവും. ഈ ഡോപ്പമിനാണ് നമ്മുടെ പ്ലഷർ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമിനാണ് ഇപ്പോൾ ഒരു കുട്ടി ചാറ്റ് ചെയ്യുമ്പോൾ, അവൻ്റെ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുമ്പോൾ, അവനൊരു പിക്ചർ കാണുമ്പോൾ ഒക്കെ അവൻ്റെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ഇതിൽ ഡോപ്പമിൻ ജനറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അവൻ വീണ്ടും വീണ്ടും ഒരേ പ്രവൃത്തികൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ ഇങ്ങനെ ജനറേറ്റ് ആയിരിക്കും. എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്, അതായത് റിസീവിങ് സെൻറ്റർ ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി കുറഞ്ഞ് വരും. അപ്പോൾ സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരേ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതേ പ്രവൃത്തി കൂടുതൽ ചെയ്യണം. ഇങ്ങനെ കൂടുതൽ ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഇത് വീണ്ടും അപ്പം നിങ്ങൾക്ക് ക്രാവിങ് വരും. അത് കിട്ടിയില്ലെങ്കിൽ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരും. അതാണ് ശരിക്കും അഡിക്ഷനായി മാറുന്നത്. അപ്പോൾ അതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ, ഇതേ പ്ലഷർ സെൻറ്റർ, ഇതേ ഹാപ്പിനെസ് കിട്ടുന്ന മറ്റു പ്രവൃത്തികളിലേക്ക് അവനെ ഇൻവോൾവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവന് ഒരുപക്ഷെ വരക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരിക്കും, ഡാൻസ് കളിക്കാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, പാട്ട് പാടാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, ഗാർഡനിങ് ചെയ്യാൻ കഴിവുള്ള കുട്ടിയായിരിക്കും, സ്വിമ്മിങ്ങിന് പോകാനുള്ള ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇവൻ്റെ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ അവന് പ്ലഷർ സെൻറ്റർ ഡോപ്പമിൻ കിട്ടി അവന് സന്തോഷം കിട്ടാനും മതിയാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ അഡിക്ഷൻ, ഈ മൊബൈൽ എന്നുള്ള കാര്യം കുറച്ച് അതിൻ്റെ യൂസ് കുറയും. അപ്പം അപ്പം ഞാൻ എൻ്റെ ഇതിൽ പറയാറുണ്ട്, ഞാനൊരു റേഡിയോയിലൊരു ടോക്ക് കൊടുത്തത്, ഞാൻ പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് പാരൻസ് കണ്ടുപിടിക്കണം. ഗീവ് ദം ഓൾട്ടർനേറ്റീവ്. അല്ലാതെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഗീവ് ദം ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ കുട്ടീനെ മ്യൂസിക് പഠിപ്പിക്കാം, അവരൊരു മ്യൂസിക് ക്ലാസ്സിന് വിടാം, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു കൊടുക്കാം. ഇതൊക്കെ അവനെ പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താ പറഞ്ഞാൽ, പാരൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് നീ ഇത് വായിച്ചോ അല്ലെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താൽ അവർ ചെയ്യില്ല. യു ഷുഡ് ഇൻവോൾവ് എലോങ് വിത്ത്. നിങ്ങൾ ആ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ ചെയ്യിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെല്ലാ കാര്യവും കുട്ടികളെ നിർബന്ധിക്കും, നിങ്ങൾ ചെയ്യും. പക്ഷേ അവർക്ക് നമ്മൾ ആദ്യം ഈ ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ സൈക്കോളജി അപ് ടു ദി ഏജ് ഓഫ് 18, അപ് ടു ദി ഏജ് ഓഫ് 21 എന്ന് പറയുന്നത് കുട്ടികൾ ഇമോഷണൽ ബ്രെയിനാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇമോഷണൽ ബ്രെയിനിൽ നിന്ന് അവരുടെ ക്രിട്ടിക്കൽ ബ്രെയിനിലേക്കുള്ള കണക്ഷൻസ് അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അപ് ടു ദി ഏജ് ഓഫ് 21 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഡോളസൻറ്റ് സ്റ്റേജിലുള്ള കുട്ടികൾ വളരെ ഇമോഷണൽ ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് അഡൽട്സിന് അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടോ ബ്ലെയിം ചെയ്തുകൊണ്ടോ തല്ലിയതുകൊണ്ടോ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ട് അവരതിൽ നിന്ന് മാറ്റാൻ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഈ അഡിക്ഷൻ മാറ്റാൻ പറ്റില്ല.